നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളുടെ കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുമത്രേ. നരകത്തിലേക്ക് അവരെ വലിച്ചെറിയാൻ വേണ്ടി സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ്. അവരെ നരകത്തിന്റെ സൈഡിൽ കൊണ്ടുവന്ന് തള്ളിയിടാൻ വേണ്ടി നിർത്തുമ്പോ ഫയഖറഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുത്താബ്, അവരുടെ മക്കൾ, അവരുടെ തലമുറയിൽ പെട്ടതാകുന്ന കുട്ടികൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആ ചെറിയതാകുന്ന മക്കൾ മദ്രസയിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഖുർആനിലെ ആദ്യ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ ഫയസ്മഉഹു അല്ലാഹു തആല, ആ കുട്ടികളുടെ പാരായണം ഇതാ അല്ലാഹു കേൾക്കുകയാണ്. ഫയർഫഉ അൻഹുമുൽ അദാബ 40 സനത, 40 വർഷത്തേക്ക് 40 സംവത്സരങ്ങളിലേക്ക് നരകത്തിന്റെ ശിക്ഷയേകപ്പെട്ടതായ ആളുകളുടെ ശിക്ഷയെ അല്ലാഹു മാറ്റിക്കളയുമേ അവരുടെ കുട്ടികളുടെ ഫാത്തിഹ സൂറത്തിന്റെ പാരായണം കൊണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ തമാശയാക്കല്ലേ, അവർ നിസാരരാണെന്ന് കാണരുതേ ചെറുപ്പക്കാരാ. അവരെ നിങ്ങൾ തഴയരുതേ, കളിയാക്കരുതേ. ഫയഖറഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുത്താബ്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അൻവാറു തൻസീൽ വ അസ്റാറു തഅവീൽ എന്ന തഫ്സീർ ബൈളാവിയുടെ മുഖദ്ദിമയിൽ ഫാത്തിഹ സൂറത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്നിടത്ത് ഈ മനോഹരമായ ഹദീസ് നിങ്ങൾക്ക് കാണാം. മദ്രസയിലിരുന്നു കൊണ്ട് കുട്ടികൾ പാരായണം ചെയ്യുന്ന ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിർബന്ധമായ ആളുകളാണ്, കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചതായ ആളുകളാണ്, നരകം നിർബന്ധമായ ആളുകളാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമത്രേ. 40 സനത, കേവലം ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് 40 കൊല്ലത്തേക്ക് ശിക്ഷ മാറ്റിവെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിലെ കുട്ടികളുടെ ഫാത്തിഹ, നമ്മൾ രാവിലെ മദ്രസ തുടങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതും. നമ്മളൊക്കെ അതിങ്ങനെ കേൾക്കുമ്പോൾ ഓർക്കുക ഇതിപ്പോൾ എന്താ ഒരു കാര്യമില്ലാന്ന് ഓർക്കും. മദ്രസ കുട്ടികളെ പലപ്പോഴും അവഗണിക്കാറാണ്. അവരുടെ ഓതലുകൾ അവരുടെ ഒന്നും വലിയ സംഭവമൊന്നും അല്ല എന്നൊരു ധാരണ പൊതുധാരണയുണ്ട്. എന്നാൽ ഹദീസിൽ പറയുന്നു ഫയഖറഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുത്താബ്, മദ്രസയിൽ വെച്ചുകൊണ്ട് ചെറിയ മക്കൾ ഓതുന്ന ഫാത്തിഹ അള്ളാഹു കേട്ടിട്ട് അവരുടേതാകുന്ന പിതാക്കളുടെ, അവരുടെ ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെയൊക്കെ ശിക്ഷ നരകത്തിൽ നിന്ന് അള്ളാഹു മാറ്റിവെക്കുമെന്ന് സ്വഹീഹായ ഹദീസ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സാധാരണ ഉസ്താദുമാരൊക്കെ കോളേജുകളിൽ ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി ഓതുന്നതാകുന്ന കിതാബാണ് ബൈളാവി, തഫ്സീർ ബൈളാവി. അൻവാറു തൻസീൽ വ അസ്റാറു തഅവീൽ എന്നാണ് ആ കിതാബിൻ്റെ പേര്. അതിൻ്റെ ആമുഖത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ഹദീസുള്ളത്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാകുന്ന സ്വഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞത്, അപ്പോൾ നാവിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ. ചെറിയ കാര്യമല്ല. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, കുന്തു ബുഇത്തു മുഅല്ലിമാ, ഈ ദുനിയാവിലേക്ക് അല്ലാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് അധ്യാപകനായിട്ടാണ്, മുഅല്ലിമായിട്ടാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിലെ മുഅല്ലിം ഇപ്പം ഏകദേശം 9 കൊല്ലത്തോളമായിട്ട് നമുക്ക് സേവനം ചെയ്യാണ് സദർ ഉസ്താദ് കുഞ്ഞഹമ്മദ് ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പരിസര മഹല്ലുകളിലുള്ളതാകുന്ന മുഅല്ലിമീങ്ങൾ, മദ്രസയിലെ മുഅല്ലിമീങ്ങൾ 8ഓളം ഉസ്താദുമാർ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവനം ചെയ്യുന്നവരുണ്ട് നജ്മുൽ ഹുദയിൽ. എന്നാൽ ഇതേപോലെ മറ്റു മദ്രസകളിലൊക്കെ സേവനം ചെയ്യുന്ന മുഅല്ലിമീങ്ങൾ പഠിച്ചു വെച്ചോ, അവർക്കും ഏറ്റവും വലിയ സ്ഥാനമാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത് കുന്തു ബുഇസ്തു മുഅല്ലിമ,
എന്നെ അള്ളാഹു ദുനിയാവിലേക്ക് നിയോഗിച്ചത് അധ്യാപകനായിട്ടാണ്, മുഅല്ലിമായിട്ടാണ് എന്ന് അതേ പദപ്രയോഗം വെച്ചുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നവർക്കാണ് നമ്മളെന്ന് പറയുക, മുഅല്ലിം എന്ന് പറയുക. അധ്യാപകൻ എന്നതിന് മലയാളത്തിൽ നമുക്ക് അർത്ഥം വെക്കാം. ഈ മുഅല്ലിം എന്ന് പറയുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന തസ്തികയാണ് ആര് സ്വന്തത്തിലേക്ക് ചേർത്തി വെച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം, ഇത് ചെറിയ വിഷയമല്ല. കാരണം ദീൻ മക്കളിലേക്ക് കൊടുക്കാൻ ഏറ്റവും ഉപയുക്തമാകുന്ന ആദ്യ കലാലയമാണ് മദ്രസ. ഇവിടുന്നാണ് തുടങ്ങുക. അതിനു മുമ്പ് ഉമ്മയുടെ അടുക്കൽ നിന്ന് തുടങ്ങും. അല്ലുമ്മു മദ്റസതൂൻ ഇദാ അഅദതഹാ അഅദത ശഅബൻ ത്വയ്യിബൽ അറാഖി. മാതാവിൻ്റെ മടിത്തട്ടെന്ന മനോഹരമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മക്കളിതാ വിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങുകയാണ്. അതുകൊണ്ടല്ലേ ഫത്ഹുൽ മുഈനിലടക്കം ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് സൈനത്തുൽ മഖ്ദൂം രണ്ടാമൻ ലോകരെ പഠിപ്പിക്കുകയാണ്. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. കുട്ടികൾക്ക് വകതിരിവെത്തുമ്പോൾ ആദ്യമായി മാതാപിതാക്കളുടെ മേലുള്ള കടമ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തലാണ്. നമുക്കൊരു പ്രവാചകരുണ്ടായിരുന്നു. ആ പ്രവാചകരുടെ പേര് മുഹമ്മദ് എന്നാണ്. മക്കയിൽ ജനിച്ച വ്യക്തിയാണ്. മദീനയിലേക്ക് ഹിജ്റ പോയ വ്യക്തിയാണ്. മദീനയിൽ വെച്ചുകൊണ്ട് വഫാത്തായ വ്യക്തിയാണ്. അവിടെ തന്നെയാണ് ഖബറുള്ളത്. ആദ്യമായിട്ട് മക്കൾക്ക് ഇതാണ് പഠിപ്പിക്കേണ്ടത് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ നിസ്കാരത്തിൻ്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചതായി കാണാം. ഒരു കുട്ടിക്ക് വകതിരിവെത്തുമ്പോൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിക്കുമ്പോൾ ആദ്യം കേൾപ്പിക്കേണ്ടത് അല്ലാഹ് ബാങ്കാണ്. എന്നാൽ വകതിരിവെത്തുന്ന സമയത്ത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. മാതാപിതാക്കളുടെ മേൽ ഏറ്റവും നിർബന്ധമായ സംഗതി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കലാണ്. അതെന്തുകൊണ്ടാണ്? അള്ളാഹു എന്ന് പറയുന്ന പടച്ച റബ്ബിനെ നേരിട്ട് ഒരു വ്യക്തിയും കണ്ടിട്ടില്ല. കണ്ട വ്യക്തി ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബിതങ്ങളാണ് ഷാഹിദ്. അതുകൊണ്ട് സാക്ഷിയായ ആ പ്രവാചകരെ ആദ്യം പഠിപ്പിക്കുക. ആ പ്രവാചകർ പറഞ്ഞ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹുവിലേക്കുള്ള വിശ്വാസം ഉറയ്ക്കും. ഇല്ലെങ്കിൽ അവൻ യുക്തിവാദത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് തിരിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നേരിട്ട് മിഅ്റാജിൻ്റെ രാവിൽ നേരിട്ട് കണ്ടതാകുന്ന പ്രവാചകരെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഇത് പഠിപ്പിക്കുന്ന സ്ഥലമാണ് മദ്രസ. അതിൻ്റെ തലാലയങ്ങളാണ്, അതിൻ്റെ തുടക്ക ഭാഗമാണത്. അപ്പായി ഉമ്മായി നിർബന്ധമായി ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് അറിവില്ല എങ്കിൽ അവർക്ക് അറിവുള്ളതാകുന്ന കലാലയത്തിലേക്ക് പറഞ്ഞു വിടണം. അതാണല്ലോ മദ്രസ എന്ന് പറയുന്ന തലം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അലിഫ് എന്ന മനോഹരമാകുന്ന അക്ഷരത്തിലൂടെ, അദബിൻ്റെ വഴിത്താരയിലൂടെ പരിശുദ്ധമായ ദീനിൻ്റെതാകുന്ന എല്ലാ വിജ്ഞാനങ്ങളിലേക്കും അവന് എത്താൻ കാരണമായി തീരുന്നത് മദ്രസ എന്ന് പറയുന്ന മഹിതമായ കലാലയത്തിലൂടെയാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങൾക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പഠിപ്പിച്ചു തന്ന ധാരാളം ഉസ്താദുമാരുണ്ട്. ഞങ്ങൾക്ക് ദർസെടുത്തു തന്ന ഉസ്താദുമാർ, ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ചതാകുന്ന സാധുക്കളായ മുഅല്ലിമീങ്ങൾ, ഇന്ന് ഖബറിലുള്ളവർ ധാരാളമുണ്ട്. നീ ദറജ ഉയർത്തണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന സർവർക്കും ആഫിയത്തുള്ള ദീർഘായസ് പ്രദാനം ചൊരിയണേ അല്ലാ. പലപ്പോഴും നമ്മൾ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു വിഭാഗമാണ് നമ്മളാക്കി മാറ്റിയ മദ്രസയിലെ ഉസ്താദുമാർ. പല ആളുകളും മറന്നുപോകും. നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും നമുക്ക് ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ കൈവരിക്കുമ്പോൾ അവരെ പോയി കണ്ട് ഒന്ന് സന്തോഷിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്കെത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം നീ ഇപ്പോൾ ഖുർആൻ ഓതാൻ കാരണക്കാരവരാണ്. നീ ഇപ്പോൾ ദിക്ർ ചെല്ലാൻ കാരണക്കാരവരാണ്. ആദ്യമായി അല്ലാഹ് എന്ന് കൂട്ടി എഴുതാൻ നിന്നെ പഠിപ്പിച്ചതവരാണ്. ഉച്ചരിക്കാൻ പഠിപ്പിച്ചതവരാണ്. ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ചതവരാണ്. ഏറ്റവും വലിയ കടമയും കടപ്പാടും നിനക്ക് അവരോടാണ് വേണ്ടത്. അതുകൊണ്ട് പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ
നമ്മളെ പഠിപ്പിച്ചതാകുന്ന അധ്യാപകരെ, പ്രത്യേകിച്ച് മദ്രസയിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരെ, മുഅല്ലിമീങ്ങളെ ഒരാളും മറക്കരുത്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെ പോയി കാണുക, രോഗികളാണെങ്കിൽ അവരെ പോയി കാണുക, അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് വേണ്ടുന്നതാകുന്ന ഹിബത്തുകൾ, സംഭാവനകൾ നൽകുക, മാന്യമായ രീതിയിൽ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയുണ്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അതും കൂടി സാന്ദര്യമായി ഉണർത്തുകയാണ്. കാരണം 50 വർഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ മദ്രസ. എത്രയോ ഉസ്താദുമാർ നമുക്ക് സേവനം ചെയ്തിട്ടുണ്ട്. അതിൽ മരണപ്പെട്ടു പോയ എത്രയോ സാലിഹീങ്ങളുണ്ട്. അള്ളാഹുരുടെയൊക്കെ ദറജ ഉയർത്തട്ടെ. അന്ന് പടക്കത്തിൽ പഠിച്ചതാകുന്ന വിദ്യാർത്ഥികൾ പോലും ചിലപ്പോഴൊന്നും ഉണ്ടാവില്ല. എല്ലാവരും, പലരും ഇന്ന് ഖബറിലായിരിക്കും. അള്ളാഹു ആ മക്കൾക്കടക്കം എല്ലാവർക്കും പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് പ്രത്യേകം അവരെ മറക്കരുത് എന്നുകൂടി ഇത്തരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ എത്ര ദിക്ർ ചൊല്ലാൻ നമുക്ക് അവസരമുണ്ടായിട്ടുണ്ട്? ഓണത്തിൻ്റെ അവധി ഉണ്ടായിരുന്നു. 10 ദിവസത്തോളം സ്കൂളിൽ നമുക്ക് അവധിയായിരുന്നു. ഈ അവധി സമയങ്ങൾ ഖുർആൻ ഓതാമായിരുന്നു, ദിക്ർ ചൊല്ലാമായിരുന്നു. എത്ര ദിക്ർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധ്യമായിട്ടുണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മഹാനാകുന്ന അലി റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തരുമോ റസൂലേ? അള്ളാഹുമായിട്ട് ഏറ്റവും ബന്ധമുണ്ടാക്കാൻ ഉപകരിക്കുന്ന ഒരു അമല് പറഞ്ഞു തരുമോ റസൂലേ? ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ അള്ളാഹുമായിട്ട് ഏറ്റവും ബന്ധം സ്ഥാപിക്കാൻ ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കൊടുത്ത മറുപടി, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയാ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഓർക്കണേ, അള്ളാഹുവിനെ സ്മരിക്കണേ അലിയേ. ദിക്റിലായി നീ കഴിഞ്ഞുകൂടിയാൽ നിനക്ക് ദുനിയാവും ആഖിറവും വിജയമാണ്, വിജയമാണ്. വിജയത്തിൻ്റെ രഹസ്യങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയാ, രഹസ്യമായുള്ള സമയത്തും ജനങ്ങളുമായി ഇടപെടുന്ന പരസ്യമാകുന്ന മേഖലയിലുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നതായ ശീലമുണ്ടായാൽ നീ വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂലിനോട് ഉടനെ അലിയാരി തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, നബിയേ നബിയേ, എനിക്കൊരു പ്രത്യേകമായ ദിക്ർ നൽകുമോ റസൂലേ? ഇജാസത്ത് നൽകുമോ ഹബീബേ? അനുവാദം നൽകുമോ റസൂലേ? അള്ളാഹുമായിട്ടുള്ള ബന്ധം എനിക്കൊന്ന് രൂഢമൂലമാക്കാൻ, അള്ളാഹുമായിട്ടുള്ളതാകുന്ന ബന്ധമാ കണക്ഷൻ ഒന്ന് വിശാലമാക്കാൻ ഉപകരിക്കുന്ന ദിക്ർ പറഞ്ഞു തരുമോ റസൂലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മനോഹരമാക്കപ്പെട്ട വചനം നീ അമിതമായി ചൊല്ലിക്കോ അലിയേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചന്ദ്രൂരിലുള്ള പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ 70,000 തഹ്ലീൽ ചൊല്ലി അവരുടെ ഖബറിലേക്ക് ഹദിയ ചെയ്യുന്ന പതിവ് നമ്മൾക്കില്ലയോ? മഹത്തുക്കളാകുന്ന അയിമ്മത്തുകളെ പഠിപ്പിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ അനുവർത്തിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, സ്നേഹത്തോടുകൂടി വിനീതം നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി എത്ര തഹ്ലീലാണ് ചൊല്ലി വെച്ചിട്ടുള്ളത്? 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. സിനിമ കാണാൻ സമയമുണ്ട്, റീൽസ് കാണാൻ സമയമുണ്ട്, റിയാലിറ്റി ഷോകൾ കണ്ടുകൊണ്ടിരിക്കാൻ സമയമുണ്ട്, ഗാനമേള ട്രൂപ്പുകളുടെ പാട്ടുകൾ ആസ്വദിക്കാൻ നിനക്ക് സമയമാണ്, സമയമാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ സമയമില്ല, ദിക്ർ ചൊല്ലാൻ സമയമില്ല, തൗഹീദിന്റെ ഏറ്റവും മനോഹരമാക്കപ്പെട്ട കലിമ ഉച്ചരിക്കാൻ ഈ ഉമ്മത്തിന് സമയമേ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും മനോഹരമായ കലിമ. നമ്മളിൽ എത്ര ആളുകൾ 1,00,000 ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലിയവരുണ്ട്? മരിച്ചു കഴിയട്ടെ ആരെങ്കിലും ചൊല്ലിക്കോളും എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ പോയില്ലേ?
ലാ ഇലാഹ ഇല്ലല്ലാഹ് 1,00,000 സ്വന്തമായി ചൊല്ലിത്തീർക്കാൻ സമയമുണ്ടല്ലോ, എത്രയോ സമയം. സഹോദരങ്ങളെ, 40, 50, 60, 70 വയസ്സുള്ള ആളുകളൊക്കെ ഈ മജ്‌ലിസിലുണ്ട്. ഒന്ന് ചിന്തിക്ക്, നിങ്ങളുടെ ആയുസ്സിതാ കഴിഞ്ഞു. താടി രോമങ്ങൾ നരച്ചു, തലമുടിയുടെ രോമങ്ങളൊക്കെ നരബാധിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഡൈ ചെയ്ത് ഹറാമായ ജീവിതം കാഴ്ച വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. നരപ്പിച്ചത് മൈലാൻ ചെയ്താൽ മതി ഹാജിയാരെ എന്ന് പറഞ്ഞാലും കേൾക്കില്ല. എന്തു ചെയ്യും? കറുപ്പിക്കുക തന്നെ ചെയ്യും. കറുപ്പിച്ചിട്ട് ഇങ്ങനെ യുവാവായിട്ട് ഇങ്ങനെ നടക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആലോചിച്ച് നോക്കും, മനുഷ്യൻ്റെ ഒരു ശൈലി ഒന്ന് അയച്ചു നോക്കും. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, പ്രത്യേകിച്ച് അവൻ്റെ തൊലിയുടെ നിറം, അതൊന്ന് കറുത്തുപോയാൽ വെളുപ്പിക്കാൻ വേണ്ടി ഉള്ള ക്രീം മുഴുവൻ തേക്കും. എന്നാൽ അവൻ്റെ തലയിലെ രോമവും താടി രോമവും ഒന്ന് വെളുത്തുപോയാലോ അത് കറുപ്പിക്കാനുള്ള ക്രീമുമായിട്ട് നടക്കും. മനസ്സിലായില്ലേ? ശരീരത്തിലേതാകുന്ന അവയവങ്ങളൊന്ന് കറുത്തുപോയാൽ അത് വെളുപ്പിക്കാനുള്ള ക്രീമും തേച്ചുകൊണ്ട് നടക്കും. താടി രോമവും തലയിലെ രോമവും ഒന്ന് വെളുത്തുപോയാൽ അത് കറുപ്പിക്കാനുള്ള ക്രീമുമായിട്ടാണ് നടക്കുന്നത്. കൃത്രിമമായ സാധനങ്ങളൊക്കെ തേക്കുക. നാം മൈലാഞ്ചി തേച്ചോ, നിനക്കതനുസരിച്ചിട്ടുണ്ടാകും. സുന്നത്തായ അമലാണ്, അത് വെച്ച് ചെയ്തോളെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കൂല. എത്ര ആളുകളാണ് ഡൈ ചെയ്ത് നടക്കുന്നത്. എങ്ങനെ ഒളവ് ശരിയാകും? എങ്ങനെ വലിയ ശുദ്ധിയിൽ നിന്ന് കുളി എങ്ങനെ ശരിയാകും? എങ്ങനെ നിസ്കാരം ശരിയാകും? എങ്ങനെ നിന്റെ അമലുകളും നിന്റെ അദ്കാറുകളും അള്ളാഹു സ്വീകരിക്കും? ഈ ഉമ്മത്തിൽ നിന്ന് ദീൻ എടുത്തുപോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയിൻ. അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പരിപൂർണമായ സംരക്ഷണം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മനോഹരമാക്കപ്പെട്ട വചനം പറഞ്ഞു കൊടുത്തപ്പോൾ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകം മുഴുവനും ഏറ്റെടുത്ത ദിക്റല്ലേ, തങ്ങൾ എനിക്ക് ഖാസായി പ്രത്യേകമായ ഒരു ദിക്ർ നൽകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അലിയേ, ഞാനും മുൻകഴിഞ്ഞു പോയ സർവ്വാംബിയാ മുർസലീങ്ങളും ഈ ലോകത്ത് കൊണ്ടുവന്നതാകപ്പെട്ടതായ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട വചനം ഇതാണ്. ഞങ്ങൾ ചൊല്ലിത്തീർത്തതുമാകുന്ന വചനം ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനേക്കാൾ ശ്രേഷ്ഠമായ ദിക്റില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണല്ലോ 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ദിക്റുകൾ ചൊല്ലുമ്പോൾ അഫ്ളൽ ദിക്ർ, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്നാണ് ഖതീബ് പറയുന്നത്. അതിൻ്റെ മുകളിലൊന്നുമില്ല. അഫ്ളൽ ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. അപ്പോൾ എല്ലാവരും ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറയുന്നു, നമ്മളൊക്കെ വലിയ അഹ്ലുസുന്നയുടെ ആളുകളാണ്. പക്ഷേ ഈ തൗഹീദിൻ്റെതാകുന്ന ഈ ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ കലിമ എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലിത്തീർത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. നമ്മളിതിനൊന്നും താല്പര്യം കാണിക്കുന്നവരല്ല. ഖുർആൻ പോലും ഓതുന്നുമില്ല. 10 ദിവസം അവധി കിട്ടിയ ഓണത്തിൻ്റെത് ഖുർആനൊക്കെ ഓതാൻ അറിയുന്ന മക്കളാണ്. മദ്രസയിലൊക്കെ നല്ലതുപോലെ ഓത്ത് പഠിച്ചിട്ടുള്ള മക്കളാണ്. പലരും ഉമ്മമാരും ഉപ്പമാരും ഒക്കെ അഭിമാനം പറയും, എൻ്റെ മകൻ നല്ലതുപോലെ ഖുർആൻ ഓതും ഉസ്താദ്, എൻ്റെ മകൻ നല്ലതുപോലെ ഖുർആൻ ഓതും. ഓതാനറിയാം, പക്ഷെ ഓതുന്നുണ്ടോ എന്നാണ് ചോദ്യം. പലർക്കും ഓതാനറിയാം, പക്ഷെ ഓതുന്നില്ല. ഖുർആൻ ഖത്മ് തീർക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞു പോയി. ഒരു ദിവസം ഒരു 5 ജുസു വെച്ച് ഓതിയിരുന്നെങ്കിൽ ഈ അവധി സമയത്ത് 6 ദിവസം കൊണ്ട് തന്നെ മാഷാ അല്ലാഹ് ഖത്മ് തീർന്നേനെ. കാരണം 5 ജുസു വെച്ച് കൃത്യമായിട്ട് ഡെയിലി ഓതുകയാണ്. ഒരു 2.5 മണിക്കൂർ, ഇനി 3 മണിക്കൂർ എടുത്തോട്ടെ, 3 മണിക്കൂർ സമയം അതിനുവേണ്ടി മാറ്റി വെച്ചാൽ തന്നെ വൃത്തിയായി നല്ലതുപോലെ ഖുർആൻ ഓതാൻ അറിയാവുന്നതാകുന്ന ഏതൊരു സഹോദരനും ഏതൊരു സഹോദരിക്കും 6 ദിവസങ്ങൾ കൊണ്ട് ഒരു ഖത്മ് തീർക്കാമായിരുന്നു. നമ്മൾ ചെയ്തോ? എന്നാൽ ഇതേ 2.5 മണിക്കൂറും 3 മണിക്കൂറുമൊക്കെ സിനിമ കണ്ടു തീർക്കാണ്. പുതിയ പുതിയ സിനിമകൾ കാണുക. ഏതെല്ലാം സിനിമകൾ OTT പ്ലാറ്റ്ഫോമിൽ വരുന്നു അത് കണ്ടു തീർക്കുന്നു. തിയേറ്ററിൽ പോയി കാണുന്നു. കുടുംബസമേതം പോയി അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു. റിയാലിറ്റി ഷോകൾ, ബിഗ് ബോസ് അടക്കമുള്ള റിയാലിറ്റി ഷോകൾ കണ്ടിട്ട് ഹറാമാക്കപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെയും മനസ്സിനെയും കൊണ്ടുപോകാൻ കുടുംബമായി ഒന്നിച്ച് ജമാഅത്തായി ഇതൊക്കെ കാണുകയാണ്. ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതാൻ നമുക്ക് സമയമില്ല. അള്ളാഹുവിനെ സ്മരിക്കാൻ നമുക്ക് സമയമില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദുനിയാ വഅൻ താരിൽ ഖുർആനി ബൽ വൽ ആഖിറ
പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതായ ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, വിശ്വാസിനിയുണ്ടോ, അവർക്ക് രക്ഷയാണ്, രക്ഷയാണ്. മുൻകാലഘട്ടങ്ങളിൽ പ്രഭാതങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ആസ്വദിച്ചിരുന്നതായ മുസ്ലിം സഹോദരങ്ങളില്ലേ, സഹോദരിമാരില്ലേ, വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് റേഡിയോയിലൂടെ കടന്നു വരുമ്പോ ആ പാരായണം കേൾക്കാൻ വേണ്ടി ആ ദിവസങ്ങളെ മാറ്റിവെച്ചവരില്ലേ? ഇന്ന് പാട്ടിന്റെ ലോകത്ത് വിഹരിക്കുകയാണ്. സിനിമാ പാട്ടുകൾ കേൾക്കുന്ന തരംഗമാണ്, DJ പാട്ടുകളുടെ യുഗമാണ്, കാലമാണ്. യാത്രയുടെ വേളയിൽ മുഴുവനും ഹെഡ്സെറ്റാണ്. ട്രെയിനിലാവട്ടെ, ബസ്സിലാവട്ടെ, വീട്ടിലാവട്ടെ, ഉറങ്ങുന്ന നേരമാകട്ടെ, നടക്കുന്ന സമയമാകട്ടെ, കാതിൽ ഹെഡ്സെറ്റാണ്, പാട്ടുകളാണ്. ദുനിയാവിന്റെ പിറകെ നെട്ടോട്ടമാണ് മനുഷ്യന്. അല്ലാഹുവേ, പടച്ചറപ്പേ, ഞങ്ങളതേ കാക്കണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽ വദ്ദുനിയാ. യാത്ര പോകുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, യാത്രയിൽ നിനക്ക് ആക്സിഡന്റ് ഇല്ലാതെ നിനക്ക് കാവൽ കിട്ടണോ, സംരക്ഷണം കിട്ടണോ? നീ എങ്ങോട്ടാണ് പോകുന്നത്? ആ സ്ഥലത്തേക്ക് കൃത്യമായി യാതൊരുവിധ പ്രയാസവുമില്ലാതെ ശരീരത്തിന് പരിപൂർണമായി സുരക്ഷയോടുകൂടി നിനക്ക് എത്തിച്ചേരണോ? ഖുർആനൊന്ന് കേൾക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽ വദ്ദുനിയാ. ദുനിയാവിന്റെ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു പരിപൂർണമായ സംരക്ഷണം നൽകുമേ ഖുർആൻ കേൾക്കലിലൂടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതായ പ്രിയപ്പെട്ട മക്കളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന മദ്രസയിലെ മക്കളില്ലേ, അന്നന്ന് ഉസ്താദുമാർ പഠിപ്പിച്ചതാകുന്ന മദ്രസയുടെ ഭാഗങ്ങൾ കൃത്യമായി ഓതി തീർക്കുന്നതായ ആൺകുട്ടികളില്ലേ, ഓതി നോക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥിനികളില്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല, ചെറുതല്ല. നിങ്ങൾ പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് പോലും അല്ലാഹു കൂലി നൽകുകയാണ്. ദുന്യാവിന്റെ ബലാ മുസീബത്തുകളെ തൊട്ട് സംരക്ഷണം നൽകുകയാ. പാരായണം ചെയ്യുന്ന ചെറുപ്പക്കാരാ, പാരായണം ചെയ്യുന്ന വിദ്യാർത്ഥിനികളെ, ആഖിറത്തിന്റെ അദാബിനെ തൊട്ട് അല്ലാഹു കാവൽ നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ എത്ര പേര് ഓതുന്നുണ്ടെന്നാണ് ചോദ്യം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സ്വഹാബ. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സ്വഹാബ, ഹൃദയമുണ്ട് സ്വഹാബ. പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്, യാസീനാൻ. ആ യാസീൻ ഓതുന്നവരുണ്ടോ? യാസീൻ ഓതുന്നവരുണ്ടോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പ്രവാചകരോടൊപ്പം ജീവിതം നയിച്ചതാകുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ശ്രദ്ധേയായ വനിതയല്ലേ, സ്വഹാബിയത്തല്ലേ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയല്ലേ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ നേതൃത്വങ്ങളിൽ പെട്ടവരല്ലേ. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ലോകത്തിന് മാതൃക കാട്ടിയ മഹൽ വനിതയല്ലേ. ലോകത്തോട് ഉണർത്തുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ യാസീൻ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത യാസീൻ സബാഹൻ വമസാഅ. പ്രഭാതത്തിലും പ്രദോഷത്തിലും 2 പ്രാവശ്യം വീതമായി അല്ലാഹുവിന്റെ റസൂൽ യാസീൻ ഓതിയിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. രാവിലെ ഓതും, വൈകിട്ട് ഓതും. കാന എന്ന പദം തന്നെ ഉപയോഗിക്കുക ദവാമിനെ കുറിക്കുമ്പോഴാണ്. നിത്യമായി ചെയ്തിരുന്ന അമൽ
താജുദ്ദീൻ സുബക്കി റഹിമഹുല്ലാ ജമുൽ ജവാമിൽ രേഖപ്പെടുത്തുന്നു, ദവാമിനെ കുറിക്കുന്ന പദമാണ് കാന. നിത്യമായി ചെയ്യുന്ന അമലാണ് ഇത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം പോലും മുടങ്ങൂല. രാവിലെ ഓതും വൈകിട്ട് ഓതും. നമ്മൾ ഒരെണ്ണം രാവിലെ എങ്ങാനും ഓതിയ അല്ല പിന്നെ ഒരാഴ്ചത്തേക്ക് ഓതൂല. കാരണം എന്താ, കഴിഞ്ഞ ദിവസം ഓതിയെന്നാ പറയും. വൈകിട്ട് ഒരെണ്ണം ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് കഴിഞ്ഞ് ഏറ്റവും വലിയ ഓത്തുകാരനായിട്ട് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രവാചകന് ഖുർആൻ ഇറക്കപ്പെട്ടത് അദ്ദേഹത്തിനാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഓതിയിരുന്നു യാസീൻ, രാവിലെയും വൈകിട്ടും. നമ്മൾ ഓതണം സഹോദരങ്ങളെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് എല്ലാവരും നല്ലൊരു സദഖ, അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല നിയ്യത്തിന് ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയുന്നില്ലല്ലോ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. رب ربنا ربه لم يعرفا ولم يروب ربيبه لكن أضل القوم بالآراء راء لا إله إلا الله. അള്ളാഹുവേ ഞങ്ങളുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ഹൈറായ നല്ല ലക്ഷ്യങ്ങളുണ്ട്, നിറവേറ്റി തരണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ. ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ സദസ്സിൽ സംഭാവന ചെയ്യുന്നവരുണ്ട്. സർവരുടെ സംഭാവനകളും കബൂലാക്കണേ അല്ലാ. പരലോകത്തേക്ക് ഗുണകാംക്ഷയാകുന്ന സ്വതക്കയായി സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹജനങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളുടെ പള്ളിയുടെ പരിസരങ്ങളിൽ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്നവരുണ്ട്. അവരുടെ ദറജ ഉയരാൻ ഈ സദസ്സ് സബബാക്കണേ അല്ലാ. ഈ സദഖ നിദാനമാക്കണേ അല്ലാ. അവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല നിയ്യത്ത് വെച്ച് കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരാൾ ഒഴിയേണ്ട. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടങ്ങാതെ പാരായണം ചെയ്തിരുന്നു സൂറത്തു യാസീൻ. ദിവസം മുടങ്ങൂല. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ വസൂറത്തുൽ മുൽക്ക്. ഒരൊറ്റ ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുമായിരുന്നില്ല രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാതെ. അത് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു സജദയാണ്. രണ്ടാമത്തത് സൂറത്തുൽ മുൽക്കാണ്. തബാറക സൂറത്താണെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ വസൂറത്തുൽ മുൽക്ക്. ഇതൊക്കെ നമുക്ക് ഓതാനറിയാം. നമ്മൾ പണ്ടുപോലെ ഓത്ത് പഠിച്ച ആളുകളാണ്. പക്ഷേ ഇതൊന്നും ഓതുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവാൻ. നല്ല ചെമ്മീൻ്റെ ബിസിനസ് റാഹത്തായിട്ട് കുറച്ച് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് കുറച്ച് നല്ലതുപോലെ കലക്കി കഴിച്ച് ബാക്കിയുള്ളതൊക്കെ എക്സ്പോർട്ടും ചെയ്ത് സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ ഇതുകൊണ്ട് എങ്ങനെ ഇനി മുന്നോട്ട് പോകണം, നാളെ ആഖിറം എങ്ങനെ കരഗതമാക്കണമെന്ന് അധികം ആളുകളും ചിന്തിക്കുന്നില്ല. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവാൻ. ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവാൻ. ഓരോ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ദുന്യാവാണ്. ഇവിടെ പരീക്ഷണങ്ങളുണ്ടാകും. പരീക്ഷണത്തിന് വേണ്ടി തന്നെയാണ് അള്ളാഹു നമ്മളെ അയച്ചിട്ടുള്ളത്. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിച്ചതാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് അല്ലദീ ഖലഖ
ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഉണർത്തുകയാണ്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മാനവാ നിനക്ക് അല്ലാഹു ജീവിതം നൽകിയതും അതിനുശേഷം മരണത്തെ അല്ലാഹു സമ്മാനിച്ചതുമെല്ലാം നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സമുന്നതനാണ്. എല്ലാ വസ്തുക്കൾ മേലും കഴിവുള്ളവനാണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അവനെ കുറിച്ച് തന്നെ വാനോളം പുകഴ്ത്തിയതിനു ശേഷം അല്ലാഹു ആരാണെന്ന് വീണ്ടും വിശദീകരിച്ചു കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവൻ ജീവിതത്തെയും മരണത്തെയും ഇതാ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങൾക്ക് പരീക്ഷണമായിട്ടാണ് അല്ലാഹു ജീവിതവും അതിനുശേഷവും മരണവും നൽകിയിട്ടുള്ളത്. നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ നല്ല രീതിയിൽ ഇബാദത്ത് എടുക്കുന്നത് എന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് അല്ലാഹു ഇത് സമ്മാനിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിലേക്ക് അല്ലാഹു നിയോഗിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ അതാ. നിങ്ങൾ ആരാണ് ഏറ്റവും നല്ലതുപോലെ അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിച്ചറിയാനാണ് ഈ ദുനിയാവ് ജീവിതം നൽകിയത്. വൽ മമാത, വിശേഷം മരണവും അല്ലാഹു നൽകിയത്. മരണവും ജീവിതമൊക്കെ അല്ലാഹു സമ്മാനിച്ചതിൽ ഈ യബ്ലുവക്കും നിങ്ങളെ പരീക്ഷിക്കാനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. എങ്ങനെ പരീക്ഷിക്കുന്നു? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ ഏറ്റവും നല്ലതുപോലെ ഇബാദത്ത് എടുക്കുന്നത് എന്ന് തിരിച്ചറിയാനാണ്. നമ്മൾ അതിനാണ് മത്സരിക്കേണ്ടത്, ദുനിയാവിൻ്റെ പിറകെ അല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട അനുയായികളെ നിർത്തിക്കൊണ്ട് ലോകൈക ഗുരു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഈ മുഹമ്മദ് ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ശരിയല്ലേ? ഇന്ന് ചന്ദ്രൂർ മഹല്ലത്തിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് കടക്കാനുള്ളതാകുന്ന സ്ഥലമില്ല, ഒരു 10 സെന്റ് ഭൂമിയില്ല, 5 സെന്റ് ഭൂമിയില്ല, ഒരു ചെറിയതാകുന്ന പെരയില്ല, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, പട്ടിണിയുടെ ഊട്ടപ്പെട്ട ജീവിതമായിരുന്നല്ലോ. ഇന്നതാ പല വലിയതാകുന്ന സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് അല്ലാഹു നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. മനോഹരമാകുന്ന വീട് അല്ലാഹു നൽകി, ഏക്കർ കണക്കിന് ഭൂസ്വത്തുകൾ അല്ലാഹു നൽകി. എറണാകുളത്ത് തന്നെ വലിയ ടൗൺഷിപ്പുകളിലേക്ക് വലിയതാകുന്ന നിലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തിക ശേഷി അല്ലാഹു നിന്റെ കൈവെള്ളയിലേക്ക് നൽകിയില്ലയോ? ഉന്നതമാകുന്ന ബിസിനസിന്റെ സാമ്രാജ്യത്തിലേക്ക് അല്ലാഹു നിന്നെ കൊണ്ടുവന്നില്ലയോ? 40-50 കൊല്ലം കൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. നിന്റെ വാപ്പയ്ക്കില്ല, നിന്റെ കുടുംബത്തിനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങൾക്ക് ഇപ്പുറം 2025 മുന്നിൽ ഇതാ നിന്നെ അല്ലാഹു സമ്പന്നനാക്കിയിരിക്കുകയാണ്. ആദരവായ പ്രവാചകൻ പറഞ്ഞത് എത്ര ശരിയാണ്. സ്വഹാബാ മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല സ്വഹാബാ, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ. ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുന്നതാണ്, ദുനിയാവ് നിങ്ങളുടെ കൈവെള്ളയിലേക്ക് വരുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ഒരിക്കലും പട്ടിണി കിടക്കൂല, പട്ടിണിയുടെ പ്രയാസപ്പെടൂല. അങ്ങനെ ഒരു ജീവിതത്തെ പറ്റി എനിക്ക് ആശങ്കയില്ല, ഞാൻ ഭയക്കുന്നതേ ഇല്ല. മറിച്ച് നിങ്ങളുടെ മേൽ ഭയക്കുന്നത് ദുനിയാവ് നിങ്ങൾ
സമ്പത്തുകളുടെ മേൽ വിശാലയാകലാണ്, ഏക്കർ കണക്കിന് ഭൂസത്തിന്റെ ഉടമയാകലാണ്, വലിയ ബിസിനസിന്റെ മുതലാളിയാകലാണ്, വലിയതാകുന്ന സാമ്രാജ്യം നിങ്ങൾ കെട്ടിപ്പടുക്കലാണ്. ഉന്നതമാകുന്ന സാമ്പത്തിക ശ്രേണിയിലേക്ക് നിങ്ങൾ എത്തുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന്ന് നബിതങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നിപ്പോൾ ഈ സദസ്സ് കഴിഞ്ഞു പോയിട്ട് നല്ലൊരു സുഭിക്ഷമായ ഭക്ഷണം ഏതെങ്കിലും ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സാധന സാമഗ്രികൾ വാങ്ങിച്ചിട്ട് കഴിക്കണമെന്ന് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്താൽ അതിന് പറ്റാത്ത ആളുകൾ വളരെ കുറവാണ്. അല്ലേ, ഒരു ചിക്കൻ പൊരിച്ച് കഴിക്കണമെന്ന് വിചാരിച്ച്, അൽഫാം അടിക്കണമെന്ന് വിചാരിച്ച് ഇവിടുന്ന് പോയിട്ട് അടിക്കും, ഉറപ്പാണ്. അതിന് പറ്റിയ കടകളിലേക്ക് പോകും. ഏതെങ്കിലും മന്തിക്കടയിൽ പോയിട്ട് റാഹത്തായിട്ട് അടിക്കും. അതിന് പറ്റുന്നൊരവസരം, സാമ്പത്തികമാകുന്നൊരു ചുറ്റുപാട്. ഇനി മട്ടൻ വേണോ, മട്ടൻ എന്ത് കൊടുക്കാനും സൗഭാഗ്യം അള്ളാഹു ഇന്ന് നൽകി. 19 കൊല്ലം മുമ്പ് ഒന്നുമല്ലായിരുന്നു, 000 ഈ കാണുന്നതാകുന്ന സൗകര്യങ്ങളും ഒന്നും നമ്മുടെ പരിസരങ്ങളിൽ എവിടെ ആർക്കും ഇല്ല. നല്ല വീടുകളില്ല, നല്ല സ്ഥാപനങ്ങളില്ല, നല്ല വാഹന സൗകര്യങ്ങളില്ല, നല്ല വഴികളില്ല. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവെള്ളയിലേക്ക് നൽകി. വിധങ്ങൾ പറയുന്നു, ഫതനാഫസുഹാ കമാ തനാഫസുഹാ. ദുനിയാവ് നിങ്ങളുടെ കൈവെള്ളയിൽ വരിക മാത്രമല്ല, മുൻഗാമികളാകുന്ന ആളുകൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന് വേണ്ടി മത്സരിച്ച് അവസാനം മുൻഗാമികൾ ദുനിയാവിൻ്റെ പിറകെ പോയതിൻ്റെ കാരണത്താൽ അവർ നശിച്ചതുപോലെ, അവർക്ക് ദുന്യവിയായ ജീവിതത്തിൻ്റെ പിറകോടി ആഖിറം നഷ്ടപ്പെടുത്തി കളഞ്ഞതുപോലെ നിങ്ങളും ഈ ദുനിയാവിൻ്റെ പിറകോടി ആഖിറം നഷ്ടപ്പെടുത്തി നശിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് എൻ്റെ മേലെ ഏറ്റവും വലിയ ഭയപ്പാട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ നാവുകളെ, നമ്മുടെ അവയവങ്ങളെ ഒന്ന് കൊച്ചുവിലും കിടങ്ങണം. ഇത്രയും കാലം അടിച്ചു പൊളിച്ച് രസിച്ചു, ഇനിയെങ്കിലും റബ്ബിലേക്കൊന്ന് തിരിയണം. വർഷങ്ങളായി, വയസ്സ് 30, 40, 50, 60. ഇത്രയും കാലം എല്ലാ സിനിമകളും കണ്ടു, എല്ലാ സീരിയലും കണ്ടു, എല്ലാ അശ്ലീലതയൊക്കെ നോക്കി. ഇനിയൊക്കെ മാറ്റണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇനിയെങ്ങനെ നമ്മൾ തൗബ ചെയ്ത് മാറിയില്ല എങ്കിൽ നമ്മുടെ ആഖിറം നഷ്ടമാകും, പരലോകം നഷ്ടമാകും. ഈ വാളിൻ്റെ മജ്‌ലിസിൻ്റെ നിയ്യത്ത് തന്നെ അതാണ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിൻ്റെ അഹ്ലുകാരായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് നമ്മൾ നന്നാവണം, മനസ്സുകൊണ്ടൊരു കരുത്തുണ്ടാവണം. നിയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. മർഹൂം ശൈഖുനാ തഴവാ ഉസ്താദ് അൽ മവാഹിബുൽ ജലീൽ കോറിയിട്ട വരികളാണ്. മനസ്സുകൊണ്ടൊരു കരുതലുണ്ടാവണേ ചന്ദരൂര് മഹല്ല് നിവാസികൾക്ക്. നജ്മുൽ ഹുദയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപന ദിവസമാണ്, പ്രാർത്ഥനാ സദസ്സാണ്. ഈ സദസ്സിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ആയിരങ്ങളോട് സ്നേഹത്തിൻ്റെതാകുന്ന ഭാഷയിൽ കുമ്മന ഉസ്താദിന് ഓർമ്മപ്പെടുത്താനുള്ളത്, ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരുമിക്കണേ. ഇനിയുള്ള ജീവിതം നന്നാക്കാൻ മനസ്സുകൊണ്ട് കരുതലെടുക്കൽ നിർബന്ധമാണ്. ഇത്രയും കാലം അടിച്ചു പൊളിച്ചു രസിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി നമുക്ക് നന്നാവണം. മഹാനാകുന്ന യഹ്യാ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരതാ പന്ത് കളിക്കാൻ വേണ്ടി കൂട്ടുകാർ വിളിക്കുകയാണ്. ഹയ്യാ ബിനാ നൽഅബ്, വരൂ നമുക്കൊന്ന് പന്ത് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ വിളിച്ചു പറയുകയാണ്, മാലില്ലഅബി ഖുൽഖനാ, മാലില്ലഅബി ഖുൽഖനാ. പന്ത് കളിച്ചുകൊണ്ട് സമയങ്ങൾ മുഴുവനും പടച്ച റബ്ബിൽ നിന്ന് മാറ്റിക്കൊണ്ട് പൈശാചിക ചിന്തയിലേക്ക് പോകാൻ, അതിനു വേണ്ടിയിട്ടല്ല അള്ളാഹു നമ്മളെ പടച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ലക്ഷ്യം മറന്നുകൊണ്ട് പോകല്ലേ എന്ന് സയ്യിദുനാ യഹ്യാ നബി അലൈഹിസ്സലാം. മാലില്ലഅബി ഖുൽഖനാ, കളിക്കാൻ വേണ്ടിയോ ഈ ദുനിയാവിൽ കളിതമാശയ്ക്ക് വേണ്ടിയിട്ടല്ല പടച്ചത്. ഇവിടെ ആകെ 10-60 കൊല്ലം ഉണ്ടാവും. അത് തന്നെ കുറഞ്ഞ കാലഘട്ട ജീവിതം പകുതിയും ഉറങ്ങിപ്പോവാൻ, 10-20 കൊല്ലം ഉറങ്ങിത്തീരാൻ രാത്രിയിലൂടെ അങ്ങനെ പോയി. കുറഞ്ഞ സമയം മാത്രം ആ എഴുന്നേറ്റ് നിൽക്കുന്ന സമയങ്ങളിൽ 5 വക്ത് നമസ്കാരങ്ങൾ ചിട്ടവെക്കണം. അതിനു മുമ്പും ശേഷമുള്ള റവാത്തിബുകൾ ശ്രദ്ധിക്കണം. പരമാവധി സുന്നത്ത് നമസ്കാരങ്ങൾ വേണം. ളുഹായുടെ സുന്നത്ത് നമസ്കാരം, ഇശാക്ക് ശേഷമുള്ളതാകുന്ന സുന്നത്തിന് ശേഷം വിത്റിൻ്റെതാകുന്ന സുന്നത്ത് നമസ്കാരം, ഇതൊക്കെ റമദാനിൽ നമ്മൾ ചെയ്തിരുന്നതാണ്.
അത് അതേപോലെ നിലനിർത്തിയിരുന്നെങ്കിൽ റാഹത്തായിരുന്നു. പക്ഷേ പല ആളുകളും അതൊക്കെ ഒഴിവാക്കുക. പള്ളിയിൽ നേരത്തെ കയറി തഹിയ്യത്തിൻ്റെതാകുന്ന സുന്നത്ത് നമസ്കരിച്ച് എഅ്തികാഫിന് നിയ്യത്തുമായിട്ടിരിക്കാം, പക്ഷെ ചെയ്യൂല. പള്ളിയുടെ പുറത്തിരുന്നിട്ട് അങ്ങനെ വർത്താനം. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹാജിയാർ ഉടനെ ഒന്നും പോകില്ല, പള്ളിയുടെ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ വർത്തമാനം. എന്തിനാണങ്ങനെ? പള്ളിക്കകത്ത് തന്നെ എഅ്തികാഫിന് നിയ്യത്ത് വെച്ചിരിക്കാൻ അല്പസമയം ദിക്റിലായി കഴിഞ്ഞുകൂടി. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഔസിനി, എനിക്കൊരു വസിയത്ത് നൽകുമോ റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ ഉപദേശിക്കുന്ന രീതിയാണ് ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ, ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു അത്രേ, കുഫഅൻക ഹദാ കുഫഅൻക ഹദാ, ഈ നാവിനെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, ആവശ്യമില്ലാത്തത് പറയരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ രണ്ട് അവയവങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഉപദേശത്തിന് വന്നതാകുന്ന സഹാബിയോട് നബി തങ്ങൾ ആകെ കൊടുത്ത ഉപദേശം നിസ്കരിക്കണമെന്നല്ല, നോമ്പ് നോൽക്കണമെന്നല്ല, സകാത്ത് കൊടുക്കണമെന്നല്ല, ഹജ്ജ് ചെയ്തോ എന്നല്ല, നാവൊന്ന് ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മയ്യദ്മല്ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖദൈഹി അളമല്ലഹുൽ ജന്നാ. സത്യവിശ്വാസികളെ, വിജയത്തിലേക്ക് കടക്കാനുള്ള മാർഗങ്ങളാണ് വിശദീകരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്. ആരൊരുവൻ താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അള്ളമല്ലഹുൽ ജന്നാ, സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവന് സ്വർഗം ഞാൻ ജാമ്യമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? താടിയെല്ലുകൾക്കിടയിലുള്ള നാവ്, തുടയല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവം, ഈ രണ്ട് അവയവത്തിലേക്കാണ് ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളുടെയും കേന്ദ്രബിന്ദു. ഇത് രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അവയവങ്ങളെയും പരിപൂർണമായി കാത്തു സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ അളമല്ലഹുൽ ജന്ന, അവന് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ് സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതാകുന്ന ഈ ഒരു മനോഹനീയമാക്കപ്പെട്ടതാകുന്ന ആശയത്തെ ഏറ്റെടുക്കാൻ ചങ്കൂറ്റമുള്ളതാകുന്ന ആളുകൾ ചന്ദ്രൂരിലുണ്ടോ? രണ്ട് അവയവങ്ങൾ സൂക്ഷിച്ചാൽ മതി, സ്വർഗമുറപ്പാണ്. ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം. അള്ളാഹു ശ്രദ്ധിക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. ഇത് രണ്ട് ശ്രദ്ധിച്ചാൽ തന്നെ സ്വർഗം ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഈ നാവ് കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെല്ലാനുള്ളതാണ്. ഖുർആൻ അനുഗ്രഹങ്ങൾ എണ്ണിയപ്പോൾ ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നാവിനെ എണ്ണിയിട്ടുണ്ട്. ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു അന്നജ്ദൈൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാണ്, മനുഷ്യ മാനവാ, നിനക്ക് മനോഹരമായ രണ്ട് കണ്ണുകളെ നാം സമ്മാനിച്ചില്ലയോ? അലം നജഅൽ ലഹു ഐനൈൻ, രണ്ട് മനോഹരമാകുന്ന കണ്ണുകളെ നാം സമ്മാനിച്ചില്ലയോ? വലിസാനൻ, ഒരു നാവിനെയും സമ്മാനിച്ചില്ലയോ? വശഫതൈൻ, രണ്ട് മനോഹരമാകുന്ന അധരങ്ങളെ, ചുണ്ടുകളെ നാം നൽകിയില്ലയോ? അള്ളാഹു കണ്ണിനെ പറഞ്ഞു, നാവിനെ പറഞ്ഞു, ചുണ്ടിനെയും പറഞ്ഞു.
ഈ നാവിനും ചുണ്ടിനും ഇടയിലുള്ളൊരു സാധനമുണ്ട്. ഏതാ അത്? പല്ല് പറഞ്ഞില്ല. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ, ഖുർആനാണ്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. മനുഷ്യ, നിനക്ക് നാം രണ്ട് മനോഹരമാകുന്ന കണ്ണുകൾ നൽകിയില്ലയോ? മനോഹരമാകുന്ന നാവും നല്ല അധരങ്ങളും ചുണ്ടുകളും നാം നൽകിയില്ലയോ? എന്തേ അള്ളാഹു പല്ലിനെ പറയാതിരുന്നത്? ദുന്യാവിൽ ഭക്ഷണം കഴിച്ച് രസിച്ച് രമിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു നിന്നെ പടച്ചത്. മറിച്ച് അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന വ്യക്തിയാണ്. നാവ് ചലിപ്പിച്ച് ചുണ്ടനക്കി അള്ളാഹുവിനെ ഓർക്കണേ. നബിയുനാ റസൂലുള്ളാഹി ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. അള്ളാഹുവിൻ്റെ സ്മരണയിലായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിന്നെ നാവ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ദിക്ർ ചെല്ലലാണ് ഏറ്റവും ഒന്നാമത്തെ മർമ്മപ്രധാനമായ നിധി. അതിനുപകരിക്കുന്നതാകുന്ന തലമാണ്, അതിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തെ തിരിക്കുന്ന ഇടമാണ് മദ്രസ. അവിടെ നിന്നാണ് അള്ളാഹുവിനെ പരിചയപ്പെട്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെട്ടത്. അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ദാക്കിരീങ്ങൾ ഉൾപ്പെടണമെന്ന് പഠിക്കുന്നത് അവിടെ നിന്നാണ്. അവിടെയല്ല ഫാത്തിഹ ഓതി തുടങ്ങുന്നു, സലാത്ത് ചെല്ലിയിട്ട് മദ്രസ പിരിയുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മളിപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസം പ്രവാചകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുന്ന ആളുകളാണല്ലോ. എത്ര സ്വലാത്ത് ചൊല്ലി തീർത്തു നമ്മൾ. ആർക്കും എതിർപ്പില്ലാത്ത വിഷയമാണല്ലോ. ലോക മുസ്ലിമീങ്ങൾ ഒന്നായി അംഗീകരിച്ചതാണല്ലോ സ്വലാത്തിൻ്റെ മഹത്വം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ഖുർആനിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് സ്വലാത്ത് അധികമായി ചൊല്ലിയിട്ടുള്ള മുഅ്മിനീങ്ങൾ എത്ര പേരുണ്ട്? വളരെ കുറവാണ്. നമ്മളൊക്കെ സ്വലാത്ത് എത്രയാ? ഒന്നും ചെല്ലുന്നില്ല. സ്വലാത്ത് ചെല്ലുന്നവനെന്ന് ഒരാളെക്കുറിച്ച് പറയണമെങ്കിൽ അയാൾ 300 സ്വലാത്ത് ദിനേന ചൊല്ലുന്നവനാകണം. ഒരു ദിവസം 300 സ്വലാത്തെങ്കിലും ഡെയിലി ചൊല്ലുന്നവനെക്കുറിച്ച് അയാൾ നല്ലതുപോലെ സ്വലാത്ത് ചൊല്ലും എന്നുള്ള കമൻറ്റ് തന്നെ പറയാൻ പാടുള്ളൂ എന്നാണ് സൂഫിയാക്കൾ. നമ്മളൊരു 3 സ്വലാത്ത് പോലും ചൊല്ലുന്നില്ല, 3 എണ്ണം പോലും ചൊല്ലൂല. നിസ്കാരം കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഉണ്ടെങ്കിൽ അള്ള വലിയ വിഷമം. 10 സ്വലാത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുക തന്നെ പോലും നിസ്കരിക്കാൻ മടിയാണ് നമുക്ക്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. കൂടെ അതാ മീകായിലുമുണ്ട്, ഇസ്രാഫീൽ അലൈഹിസ്സലാമുമുണ്ട്, അസ്റായീൽ അലൈഹിസ്സലാമുമുണ്ട്. 4 മലക്കുകൾ പ്രവാചകരുടെ സവിധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഓഫർ നൽകുകയാണ്. യാ റസൂലല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം വാ തുറക്കുകയാണ്. നബിയേ, എല്ലാ ദിവസവും ഒരു 10 സ്വലാത്ത് വീതം തങ്ങളുടെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ നാളെ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ഞാനവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ടവന് പരിപൂർണമായ തുണയേകുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കരവലയത്തോടുകൂടി സഹായകമാകുമേ. മുടങ്ങാതെ ഒരു 10 സ്വലാത്ത് ഡെയിലി ചൊല്ലിയാലെങ്കിലെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ വ്യക്തി മീകായിൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, തങ്ങളുടെ മേൽ ആരെങ്കിലും ഒരു 10 സ്വലാത്ത് ദിനേന മുടങ്ങാതെ ചൊല്ലിയാൽ നാളെ തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് അവനെ മതി വരുവോളം കുടിപ്പിക്കുന്നതാകുന്ന നീയത്ത് എന്നിലാണ്. അവൻ്റെ വയറ് നിറയ്ക്കുന്ന സംഗതി ഞാൻ ഏറ്റു റസൂലേ, ഞാനവനെ ഹൗദുൽ കൗസർ കുടിപ്പിക്കുമേ എന്ന് മീകായിൽ എന്നോട് വാഗ്ദാനം ചെയ്തുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലാൻ ഖുർആൻ തന്നെ കൽപ്പിച്ചതല്ലേ. സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
തസ്ലീമാ. നിങ്ങൾ പ്രവാചകരുടെ മേൽ സ്വലാത്ത് സലാം ചൊല്ലൂ എന്നുള്ള ഖുർആനിന്റെ കൽപ്പന കേട്ടിട്ടുള്ള മുസ്ലിമേ, ചന്ദ്രൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, നീ എത്ര സ്വലാത്ത് ആ പ്രവാചകരുടെ മേൽ ചൊല്ലുകയുണ്ടായി? നീ ജീവിച്ച കാലം മുതൽ ഇതുവരെ നീ ഒന്ന് കണക്ക് കൂട്ട്. ലക്ഷങ്ങൾ ചൊല്ലിത്തീർത്ത ആളുകളില്ലേ? റസൂലുള്ളാഹിയെ സ്വപ്നത്തിലൂടെ കണ്ടവരില്ലേ? ആ പ്രവാചകരെ സിയാറത്ത് ചെയ്യാൻ മദീനയിൽ പോകാൻ അവസരം കിട്ടിയവരില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ 10 സ്വലാത്ത് മുടങ്ങാതെ കൃത്യമായി ചെയ്താൽ മീകായിൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറയുകയാണ്, തങ്ങൾക്ക് നൽകപ്പെടുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് അവന് ഞാൻ പാനം ചെയ്യാൻ അവസരം കൊടുക്കുമേ എന്ന് മീകായിൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാമിലേക്ക് നോക്കുകയാണ്. നാളെ സൂറന്ന കാഹളത്തിൽ ഊതുന്നതാകുന്ന ഇസ്രാഫീൽ അദ്ദേഹത്തിന്റെ ഊഴത്തിന്റെ സമയമെത്തിയപ്പോ അദ്ദേഹം റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയേ, തങ്ങളുടെ മേൽ ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്ത് ദിനേന 10 പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലിയാൽ ഏതൊരു സഹോദരനാണോ സഹോദരിയാണോ നാളെ അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാന്റെ മുന്നിൽ ഞാൻ സുജൂദിൽ കിടക്കുമേ. അള്ളാഹുവരുടെ പാപം പുറത്തു കൊടുക്കാതെ ഞാൻ എൻ്റെ തല ഉയർത്തില്ല എന്ന് ഇസ്രാഫീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല. അപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാം നിൽക്കുന്നത്. ലോക ജനതയുടെ മുഴുവൻ റൂഹിനെ പിടിക്കാൻ അള്ളാഹു അവസരം നൽകിയ വ്യക്തിയല്ലേ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തങ്ങളോടുള്ള അനുരാഗം വെച്ചുകൊണ്ട് തങ്ങളുടെ മേൽ മുടങ്ങാതെ സ്വലാത്ത് ചെല്ലുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ? പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല, ജീവിതം മുഴുവനും അതാ 10 സ്വലാത്ത് ചെല്ലുകയാണ്. നബിദിന ആഘോഷത്തിന്റെ പേരിൽ മാത്രമല്ല, നബി ആഘോഷമാ. ആ പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. ആ പ്രവാചകർ ഈ ദീന് കൊണ്ടുവന്നവരല്ലേ? രാപ്പകൽ അധ്വാനിച്ചവരല്ലേ? തൗഹീദിന്റെ വെളിച്ചം ലോകത്ത് മുഴുവനും പ്രസരണം നടത്തിയ വ്യക്തിയല്ലേ? നബുവത്ത് കിട്ടിയ തലം മുതൽ 40-ാമത്തെ വയസ്സ് മുതൽ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് 23 വർഷങ്ങൾ കൊണ്ട് ലോക ജനതയ്ക്ക് മുഴുവനും പരിശുദ്ധ ഇസ്ലാം എത്തിച്ചതായ വ്യക്തിയല്ലേ? എല്ലാ ദ്വീപുകളിലേക്കും ഉപദ്വീപുകളിലേക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രസരണം എത്തിയില്ലേ? ആ പ്രവാചകരാകുന്ന തങ്ങളുടെ മേല് ആരെങ്കിലും 10 സ്വലാത്ത് മുടങ്ങാതെ കൃത്യമായി ചൊല്ലിയാൽ അംബിയാ മുർസലീങ്ങൾ റൂഹ് പിടിച്ചതുപോലെ വളരെ മയത്തോടു കൂടിയായിരിക്കും ഞാനവന് റൂഹ് പിടിക്കുക എന്ന് അസ്റായീൽ എന്നോട് പറഞ്ഞു വന്നു നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞു പോയാലും ആ റസൂലുള്ളാഹിയെ മറക്കല്ലേ. ആ പ്രവാചകരാണ് ഈ ലോകത്തേക്ക് പരിശുദ്ധമായി ഇസ്ലാമിന്റെ പ്രസരണം നടത്തിയിട്ടുള്ളത്, നമുക്ക് തൗഹീദിന്റെ വെളിച്ചം പകർന്നു നൽകിയിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനോടൊപ്പം തന്നെ സ്വലാത്ത് അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എല്ലാ മുസ്ലിമീങ്ങളും ഏറ്റെടുക്കേണ്ടതാണ്. എല്ലാ മോമിനീങ്ങളും ഒന്നടങ്കം ചൊല്ലിത്തീർക്കേണ്ടതാണ് സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഒരു 10 സ്വലാത്ത് ചെല്ലുന്നവൻ്റെ നേട്ടമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതിൽ കൂടുതൽ ചെല്ലണ്ടേ ചൊല്ലിക്കോ, എത്ര ചൊല്ലിയാലും അത്രയും ഖൈർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, മാനസികമാകുന്ന വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ നീങ്ങാൻ കാരണമാണ് സ്വലാത്ത്. മഹാനാകുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു, നബിയേ, ഞാൻ സ്വലാത്ത് ചെല്ലാൻ ലക്ഷ്യം വെക്കുന്നു ഹബീബേ. എൻ്റെ ജീവിതത്തിൻ്റെതാകുന്ന 4 ഭാഗം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നിയ്യത്ത് വെക്കുന്നു. എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ഒരു സമയം മാറ്റിവെക്കാൻ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. അധികരിപ്പിച്ചാൽ ഖൈറാണ്, അധികരിപ്പിച്ചാൽ നിനക്കാണ് നേട്ടം. സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങൾ മേൽ സ്വലാത്ത് ചൊല്ലലിലൂടെ നേട്ടം കിട്ടുന്നത് നമുക്കാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബിയായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെതാകുന്ന 3/4 ഭാഗവും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ റെഡിയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, അധികരിപ്പിച്ചാൽ നിനക്ക് ഖൈറാണ് ഖൈറാൻ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, എൻ്റെ ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ സമയം മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വിനിയോഗിക്കുന്നു. യാ റസൂലല്ലാഹ്, ഉടനെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അത്രേ, ഇദൻ തുക്ഫാ ഹംബുക വയുഗ്ഫറു ലക ദംബുക. 2 കാര്യങ്ങളാണ് റസൂലുള്ളാഹി ഓഫർ നൽകുന്നത്. ഫർളായ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ വിനിയോഗിക്കുമെന്ന് ഒരു സഹാബി നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി തിരിച്ചു കൊടുക്കുന്ന മറുപടി, എന്നാൽ നിന്റെ എല്ലാ വിഷമങ്ങളും നീങ്ങുമേ, നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി